2021 തുടങ്ങാൻ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ കാത്തിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം ഈ ഒരു 2021 തുടക്കത്തിൽ തന്നെ നിരവധി സ്മാർട്ട് ഫോണുകളാണ് ഇപ്പോൾ ലോഞ്ചിന് വേണ്ടി തയ്യാറായി വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ 2021 തുടക്കത്തിൽ സാംസങ് ആദ്യമായി പുറത്തിറക്കുന്ന സ്മാർട്ട് ഫോണാണ് സാംസങ് M02s എന്ന സ്മാർട്ട് ഫോൺ. ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത 10,000 രൂപയിൽ താഴെ മാത്രം വില വരുന്ന ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോണാണ്. അതായത് സാധാരണക്കാരൻ്റെ പോക്കറ്റ് കാലിയാക്കാത്ത രീതിയിൽ, എന്നാൽ സാംസങ് എന്ന ബ്രാൻഡിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും വാങ്ങാൻ സാധിക്കുന്ന തരത്തിലുള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ് സാംസങ് M02s. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് സാംസങ് M02s എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമുക്ക് ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ബോക്സിനകത്ത് ഉള്ളതെന്നും എന്തൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളെന്നും പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ പുറത്ത് ഇതുപോലെ സാംസങ് എന്നും M02s എന്നും എഴുതിയിട്ടുണ്ട്. സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, എന്നാൽ ഈ ഒരു സൈഡിൽ ഇതുപോലെ സാംസങ് ഗാലക്സി M02s എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ സാംസങ് ഗാലക്സി M02s ഇൻഫിനിറ്റി V ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോൺ ഉള്ളതെന്നും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഉണ്ടെന്നും 5000 mAh ബാറ്ററി ഉണ്ടെന്നും ഫുൾ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള 16.55 cm ഡിസ്പ്ലേ, അതുപോലെ HD+ TFT ഡിസ്പ്ലേ, 3 ക്യാമറകൾ, ഫ്രണ്ട് ക്യാമറ 5 MP, വെയ്റ്റ് 196 ഗ്രാം. വളരെ കുറച്ച് ഡീറ്റെയിലുകൾ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് കവറിൽ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ താഴേക്ക് നോക്കുമ്പോൾ മേക്ക് ഫോർ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടി തയ്യാറാക്കിയ സ്മാർട്ട് ഫോൺ എന്ന് എഴുതിയിരിക്കുന്നു. അതുപോലെ ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് യൂസേജ് വിത്ത് ഇന്ത്യ സിം കാർഡ് ഓൺലി. അതായത് ഈ ഒരു ഫോൺ വാങ്ങുന്നവർ ആദ്യം ഇന്ത്യയിൽ ഉള്ള സിം കാർഡുകൾ തന്നെ ഇട്ട് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഈ കൺട്രി ലോക്ക് പോലുള്ള പ്രശ്നങ്ങൾ വരുമെന്ന സൂചന നൽകുന്നുണ്ട്. എനിവേ നമുക്ക് ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്യാം. ഇതായിരിക്കുന്നു നമ്മുടെ M02s. നമുക്കറിയാം സാംസങ് നേരത്തെ M01 എന്ന പേരിൽ ഒരു ഫോൺ പുറത്തിറക്കി, അത് മികച്ച വിജയം കൈവരിച്ചൊരു ഫോണാണ്. അതിൻ്റെ വിജയ തുടർച്ചയായിട്ടാണ് ഇത്തരത്തിൽ സാംസങ് M02s പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഫോണിലേക്ക് വരാം. വേറെ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ബോക്സിനകത്ത് ഫോൺ ചാർജ് ചെയ്യുന്നതിനുള്ള ചാർജർ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 വോൾട്ട് 1.55 ആംപിയർ ആണ്. ആക്ച്വലി ഈ ഒരു ഫോൺ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുണ്ട്, പക്ഷേ ഇതിനകത്ത് നൽകിയിരിക്കുന്നത് 5 വോൾട്ട് 1.55 ആംപിയർ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 7.5 വാട്ട് ആയിരിക്കും. അപ്പോൾ 15 വാട്ടിൻ്റെ ചാർജർ അല്ല നൽകിയിരിക്കുന്നത്. അതുപോലെ ചാർജിങ്ങിനായിട്ട് ഇതിനകത്ത് നൽകിയിരിക്കുന്ന കേബിൾ എന്ന് പറയുന്നത് Type C കേബിൾ തന്നെയാണ്. അത് വലിയൊരു കാര്യം, കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാധാരണ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ മൈക്രോ USB കേബിളാണ് നൽകാറുള്ളത്. ഇത് പക്ഷേ Type C തന്നെ നൽകിയിരിക്കുന്നു, അത് നല്ല കാര്യം. അതുപോലെ ബോക്സിനകത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ആയിട്ടൊരു സിം ഇജക്ടർ പിന്നും നമുക്ക് കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫോണിൻ്റെ ബോക്സിനകത്ത് ഉള്ളത്. ഇനി ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ബാക്കിൽ ഒരു ചെറിയ ബോക്സ് കൂടെ ഉണ്ട്. അത് സാംസങ്ങിൻ്റെ ഫോണുകൾ നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ ബോക്സിൻ്റെ മുകളിൽ ഒരു ഭാഗത്ത് ഇതുപോലൊരു ബോക്സ് ഇരിക്കുന്നതായിട്ട് കാണാം. അതിനകത്തേക്ക് വരുമ്പോൾ അതിനകത്ത് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, റീജിയണൽ ലോക്ക് ഗൈഡ്, അതുപോലെ വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിനകത്തുള്ളത്. ഓർക്കുക, ഫോണിൻ്റെ കൂടെ ബാക്ക് കേസ് വരുന്നില്ല. ഇനി നമുക്ക് ഫോണിലേക്ക് തിരിച്ചു വരാം. ഫോണിൻ്റെ ബാക്ക് സൈഡ് ഇവിടെ ഒരു സ്റ്റിക്കറുണ്ട്, അത് റിമൂവ് ചെയ്യുന്നു. ഒരു ഡയമണ്ട് കട്ട് ഷേപ്പിലുള്ള ഒരു ബാക്ക് സൈഡാണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. ചെറിയ ഒരു ഗ്രിപ്പ് ഇതിനകത്ത് നൽകിയിട്ടുണ്ട്, കേട്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെയും കയ്യിൽ നിന്ന് വഴുതി പോകുമെന്ന് പേടിക്കേണ്ട, അതുകൊണ്ട് നല്ലൊരു ഗ്രിപ്പ് നൽകിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫിംഗർ പ്രിൻറ്റ് പതിയത്തില്ല, കുഴപ്പമില്ലാത്ത ഒരു ബാക്ക് ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത് ബ്ലാക്ക് കളർ വേരിയൻ്റ് ആണ്. ഇവിടെ താഴെയായിട്ട് സാംസങ് എന്ന് എഴുതിയിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് 3 ക്യാമറകളും ഒരു LED ഫ്ലാഷ് ലൈറ്റും കാണാം. സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകളുടെ ഒക്കെ അതേ ഒരു രീതിയിലുള്ള ക്യാമറ മൊഡ്യൂൾ ഡിസൈൻ തന്നെയാണ് ഈ ഒരു ബജറ്റ് ഫ്രണ്ട്ലി ഫോണിലും നൽകിയിരിക്കുന്നത്. മൊത്തത്തിൽ ബാക്ക് സൈഡ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി ഫോണിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഏറ്റവും മുകളിൽ നമുക്ക് ഫ്രണ്ട് ക്യാമറ കാണാൻ സാധിക്കുന്നുണ്ട്. എനിവേ നമുക്ക് ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഫോൺ ഓൺ ചെയ്യുമ്പോൾ തന്നെ സാംസങ് ഗാലക്സി M02s എന്നും പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതി കാണിക്കുന്നു. ഇനി ഈ ഒരു ഫോണിൻ്റെ ഒരു ഇൻ ഹാൻഡ് ഫീൽ പറഞ്ഞു കഴിഞ്ഞാൽ
വളരെ ഹാൻഡി ആയിട്ടുള്ള ഒരു സൈസാണ് സാംസങ് ഇത്തവണ ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ വെയിറ്റ് പറഞ്ഞാൽ 196 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. നമ്മുടെ കയ്യിലൊക്കെ ഒതുങ്ങുന്ന ഒരു സൈസ്. അതായത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സൈസ് തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് സാംസങ് നൽകിയിരിക്കുന്നത്. കയ്യിൽ നല്ല ഒതുങ്ങുന്ന ഒരു ഡിസൈൻ മാത്രമാണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. അതുപോലെ ഇനി ഇതിൻ്റെ ഒരു തിക്നെസ്സിനെ കുറിച്ച് പറഞ്ഞാൽ 9.1 mm ആണ് ഈ ഒരു ഫോണിൻ്റെ തിക്നെസ്. അധികം കനം കൂടുതലൊന്നുമില്ല. മൊത്തത്തിൽ ഇതിൻ്റെ ഫിസിക്കൽ ഓവറോൾ ആ ഒരു ഇൻ ഹാൻഡ് ഫീലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരം തന്നെയാണ്. മൊത്തത്തിലുള്ള ഡിസൈൻ വൈസും വളരെ മനോഹരം തന്നെയാണ്. ഫ്രണ്ട് ക്യാമറ ഇത്തരത്തിൽ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചിലായിട്ടാണ് ഡിസ്പ്ലേയിൽ നൽകിയിരിക്കുന്നത്. സാംസങ് ഇതിനെ വിളിക്കുന്നത് ഇൻഫിനിറ്റി വി ഡിസ്പ്ലേ എന്നാണ്. ഇനി ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ HD+ TFT ഇൻഫിനിറ്റി വി ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. ഓർക്ക് ഡിസ്പ്ലേ HD+ ഡിസ്പ്ലേ മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ HD+ ഡിസ്പ്ലേ ഒക്കെയാണ് സാധാരണ എല്ലാ ബ്രാൻഡുകളും നൽകുന്നത്. അതുതന്നെ സാംസങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാധാരണ സാംസങ് ഫോണുകളുടെ ഡിസ്പ്ലേ ആണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതായത് കാണാൻ വളരെ ഭംഗിയുള്ള വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് സാംസങ് ഫോണുകളിൽ സാധാരണ കണ്ടുവരുന്നത്. അത് ഇവിടെ M02s കാര്യത്തിലും വ്യത്യസ്തമല്ല. വളരെ മികച്ച ഒരു ഡിസ്പ്ലേ തന്നെയാണ് സാംസങ് ഈ ഒരു ഫോണിനും നൽകിയിരിക്കുന്നത്. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെ നൽകിയിട്ടുണ്ട്. സാധാരണ ഒരു 10,000 രൂപയിൽ താഴെയുള്ള ഫോണുകളുടെയൊക്കെ ഡിസ്പ്ലേ നമ്മൾ ചില ഫോണുകളുടെയെങ്കിലും പരിശോധിക്കുമ്പോൾ ഒരു യെല്ലോയിഷ് ടോൺ കയറി വരുന്നതായിട്ട് കാണാറുണ്ട്. അതായത് വില കുറഞ്ഞ ഒരു ഡിസ്പ്ലേ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെയും ആ ഒരു യെല്ലോയിഷ് ടോൺ തോന്നുന്നു നമുക്ക് ഡിസ്പ്ലേയിലേക്ക് നോക്കും. പക്ഷേ ഇവിടെ അതില്ല. മികച്ച ഒരു ഡിസ്പ്ലേ തന്നെയാണ് സാംസങ് ഈ ഒരു പ്രൈസ് റേഞ്ചിലും ഈ ഒരു ഫോണത് നൽകിയിരിക്കുന്നത്. HD+ ഡിസ്പ്ലേ ആണ്. എന്നിരുന്നാലും ഡിസ്പ്ലേയുടെ ആ ഒരു എക്സ്പീരിയൻസ് അത് വളരെ മനോഹരം തന്നെയാണ്. ഇതിനകത്ത് വീഡിയോ ഒക്കെ കാണുമ്പോൾ അത് വളരെ നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ ഒരു കളർ റീപ്രൊഡക്ഷനൊക്കെ ലഭിക്കുന്നുണ്ട്. ഡിസ്പ്ലേ പക്കയാണ്. HD+ ആണെന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് HD+ന് മുകളിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കത്തില്ല. ഈ ഒരു ഫോണിൻ്റെ ബെസലുകളെക്കുറിച്ച് പറഞ്ഞാൽ ഫോണിൻ്റെ 3 വശങ്ങൾ, അതായത് മുകളിലും മറ്റ് 2 വശങ്ങളിലും താരതമ്യേന കനം കുറഞ്ഞ ബെസലുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഫോണിൻ്റെ താഴെയുള്ള ചിഹ്നം എന്നറിയപ്പെടുന്ന ഭാഗത്ത് ഒരല്പം കനം കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ മോണോ സ്പീക്കറാണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സൗണ്ട് ഔട്ട്പുട്ട് എത്രത്തോളം ഉണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിനായിട്ട് ഞാനൊരു നോൺ കോപ്പിറൈറ്റ് ഉള്ള, അതായത് കോപ്പിറൈറ്റ് ഇല്ലാത്ത ഒരു സൗണ്ട് ഒന്ന് പ്ലേ ചെയ്യാണ്. ഇവിടെ സ്പീക്കർ ഔട്ട് ഫോണിൻ്റെ താഴെയാണ്. ഒരു ഭയങ്കരമായിട്ടുള്ള വോളിയം ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നില്ല. പക്ഷേ കേൾക്കുന്ന സൗണ്ട് ക്വാളിറ്റിയുള്ള സൗണ്ടാണ്. പക്ഷേ ഒരു വോളിയം കുറവ് എനിക്കിത് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ തോന്നി. വോളിയം ഒരു അല്പം കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ക്വാളിറ്റി, സൗണ്ടിൻ്റെ ക്വാളിറ്റി മനോഹരം തന്നെയാണ്. വോളിയം അല്പം കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഓഡിയോ വീഡിയോ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 450 ഒക്ടാകോർ 1.8 GHz പ്രോസസ്സറാണ് നൽകിയിരിക്കുന്നത്. സാധാരണ ഇന്ത്യയിലേക്ക് വരുന്ന സാംസങ് ഫോണുകളിൽ എക്സിനോസ് പ്രോസസ്സറുകളാണ് നൽകാറുള്ളത്. പക്ഷേ ഇവിടെ എന്തായാലും സ്നാപ്ഡ്രാഗൻ്റെ തന്നെ പ്രോസസ്സർ നൽകിയിരിക്കുന്നു. സ്നാപ്ഡ്രാഗൺ 450 എന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് ഒരു വലിയ ഗെയിമിംഗ് എക്സ്പീരിയൻസ് നൽകുന്ന പ്രോസസ്സർ അല്ലെന്ന് എന്നെപ്പോലെ നിങ്ങൾക്കും അറിയാവുന്നതാണ്. പക്ഷേ ഒരു മീഡിയം പെർഫോമൻസ് ആണ് നമുക്ക് സ്നാപ്ഡ്രാഗൺ 450 എന്ന പ്രോസസ്സറിൽ നിന്ന് ലഭിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പ്രോസസ്സർ ഓക്കെയാണ്. ഈ ഒരു ഫോണിനകത്തുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് ഒന്നുകൂടി ഈ ഒരു ഫോൺ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ട് മാത്രമേ പറയാൻ പറ്റൂ. ഇതിപ്പോൾ ജസ്റ്റ് ഒരു അൺബോക്സിങ് മാത്രമാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ ഒരു റിവ്യൂ ആവശ്യമുള്ളവർ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ അത്തരത്തിൽ ഗെയിമൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഒന്ന് കൃത്യമായിട്ട് ഗെയിമൊക്കെ ഈ ഒരു പ്രോസസ്സറിനകത്ത് എങ്ങനെ അതിൻ്റെ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒന്ന് നോക്കിയിട്ട് ഒരാഴ്ചക്കുള്ളിൽ മറ്റൊരു റിവ്യൂ വീഡിയോ നമ്മൾ തയ്യാറാക്കുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുടരുക. ഈ ഒരു ഫോൺ പ്രധാനമായിട്ടും 2 വേരിയൻറ്റുകളിലാണ് ലഭ്യമാവുക. 3GB റാം 32GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റും 4GB റാം 64GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റും. നമ്മളിന്ന് ഇവിടെ പരിശോധിക്കുന്നത് ഈ ഒരു ഫോണിൻ്റെ ഹയർ വേരിയൻ്റാണ്. അതായത് 4GB റാം 64GB വേരിയൻ്റാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നാൽ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നേരത്തെ പറഞ്ഞ പോലെ 3 ക്യാമറകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രൈമറി ക്യാമറ വന്നിട്ട് 13 മെഗാ പിക്സലിൻ്റെ ക്യാമറ കൊടുത്തിരിക്കുന്നു. രണ്ടാമതായിട്ട് ഒരു സെക്കൻഡറി ക്യാമറയായിട്ട് 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ സെൻസറാണ് നൽകിയിരിക്കുന്നത്. ഫോണിനോട് വളരെ അടുത്തുള്ള ഒബ്ജക്റ്റുകളെ വളരെ വലിയ രീതിയിൽ ഫോട്ടോകൾ എടുക്കാൻ ഇത്തരത്തിൽ മാക്രോ സെൻസർ ഉപയോഗിക്കാം. മൂന്നാമതായിട്ടൊരു 2 മെഗാ പിക്സലിൻ്റെ തന്നെ ഒരു ഡെപ്ത് സെൻസറാണ് നൽകിയിരിക്കുന്നത്. ഈ ഡെപ്ത് സെൻസർ ഉപയോഗിച്ചുകൊണ്ട് പോർട്രേറ്റ് ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും.
മൊത്തത്തിൽ മികച്ച ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നൽകിയിരിക്കുന്നത്. ഇനി സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചിലായിട്ട്, അതായത് സാംസങ് വിളിക്കുന്ന പേര് ഇൻഫിനിറ്റി വി ഡിസ്പ്ലേ എന്ന് പറഞ്ഞു, അത്തരത്തിൽ ഒരു 5 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. ഇനി ഈ ഒരു ഫോണിൻ്റെ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ലൈവ് ഫോക്കസ് എന്ന് പറയുന്നൊരു ഫീച്ചർ നമുക്ക് കാണാം. അതായത് നേരത്തെ പറഞ്ഞ പോലെ പോർട്രേറ്റ് ചിത്രങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ഈ ലൈവ് ഫോക്കസിൽ വന്ന് ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളം ബ്ലെയർ ആവണം എന്നൊക്കെ നമുക്ക് നോക്കിക്കൊണ്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഫോട്ടോ, വീഡിയോ, മോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രോ മോഡും അതുപോലെ പനോരമ, മാക്രോ തുടങ്ങിയ മോഡുകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയിലൂടെയും നമുക്ക് ഫുൾ HD വീഡിയോകൾ ഷൂട്ട് ചെയ്യാനാകും. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 10 അധിഷ്ഠിതമായി സാംസങ്ങിൻ്റെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള One UI 2.5 ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകളെക്കുറിച്ച് പറഞ്ഞാൽ ഗൂഗിളിൻ്റേതായിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷനുണ്ട്, അതുപോലെ മൈക്രോസോഫ്റ്റിൻ്റേതായിട്ടുള്ള ഓഫീസ്, ഓൺ ഡ്രൈവ്, ലിങ്ക്ഡിൻ, ഔട്ട്ലുക്ക് തുടങ്ങിയ ചില ആപ്ലിക്കേഷൻ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നതായിട്ട് കാണാം. പിന്നെ സാംസങ്ങിൻ്റേതായിട്ടുള്ള ചില ആപ്ലിക്കേഷൻ, ആമസോൺ തുടങ്ങിയ വളരെ കുറച്ച് ആപ്ലിക്കേഷനുകളെ മൊത്തത്തിൽ ഇതിനകത്ത് കാണുന്നുള്ളൂ. പക്ഷേ ഇതിനകത്ത് വലിയ അഡ്വർടൈസ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. ഒരു ക്ലീൻ യൂസർ ഇൻ്റർഫേസ് തന്നെയാണ് സാംസങ്ങിൻ്റെ One UI. അത് ഈ ഒരു ഫോണിലും അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുമുണ്ട്. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി സെൻസറുകളെക്കുറിച്ച് പറഞ്ഞാൽ ഈ ഒരു ഫോണിനകത്ത് ഫിംഗർ പ്രിൻറ്റ് സംവിധാനം നൽകിയിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ച് ആയതുകൊണ്ടായിരിക്കണം ഇതിനകത്ത് ഫിംഗർ പ്രിൻറ്റ് സംവിധാനം നൽകിയിട്ടില്ല. എന്നാൽ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം കൂടി നൽകിയിരുന്നുവെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു. എന്നാൽ ഇതിനകത്ത് ഫേസ് അൺലോക്ക് സംവിധാനം നൽകിയിട്ടുണ്ട്. ഫേസ് അൺലോക്ക് സംവിധാനം ഒരു ഭയങ്കര ഫാസ്റ്റൊന്നുമല്ല, സാമാന്യം തരക്കേടില്ലാത്ത ഒരു ഫാസ്റ്റായ രീതിയിൽ തന്നെ ഈ ഒരു ഫോണിനകത്ത് ഫേസ് അൺലോക്ക് പ്രവർത്തിക്കുന്നുമുണ്ട്. ഒന്ന് ഫേസ് അൺലോക്ക് ചെയ്യാനായിട്ട് അതൊന്നൊരു റീഡ് ചെയ്യുന്ന വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ടൈം എടുക്കുന്നുണ്ട്. അതർവൈസ് മറ്റ് പ്രശ്നങ്ങളൊന്നും ഫേസ് അൺലോക്കിൽ ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ നാട്ടിൽ പലരും സ്മാർട്ട് ഫോണുകൾ വാങ്ങുമ്പോൾ അതിൻ്റെ സാർ വാല്യൂ കൂടി അറിഞ്ഞിട്ട് മാത്രമേ വാങ്ങുകയുള്ളൂ. ഈ ഒരു ഫോണിൻ്റെ സാർ വാല്യൂ ഹെഡിന് 0.52 മാത്രമാണ്. ഇന്ത്യയിൽ 1.6 താഴെ സാർ വാല്യൂ ഉള്ള ഫോണുകൾ മാത്രമേ വിൽക്കാൻ അനുവദിക്കുകയുള്ളൂ. ഈ ഒരു ഫോണും അത്തരത്തിൽ അനുവദനീയമായ സാർ വാല്യൂയിൽ മാത്രമാണ് 0.52. അടുത്തതായിട്ട് ഫോണിൻ്റെ ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ 5000 mAh ബാറ്ററി ഈ ഫോണിന് നൽകിയിട്ടുണ്ട്. അതുപോലെ 15 വാട്ടിൻ്റെ അഡാപ്റ്റീവ് ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 15 വാട്ട് വരെയുള്ള ഫാസ്റ്റ് ചാർജറുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഫോണിൻ്റെ ബോക്സിനോടൊപ്പം 7.5 വാട്ടിൻ്റെ ചാർജറേ നൽകിയിട്ടുള്ളൂ. ചാർജിങ്ങിനായിട്ട് Type C പോർട്ടാണ് നൽകിയിരിക്കുന്നത്. അടുത്തതായിട്ട് ഈ ഒരു ഫോൺ ലഭിക്കുന്ന വ്യത്യസ്ത കളറുകളാണ്. ബ്ലാക്ക്, ബ്ലൂ, റെഡ് എന്നിങ്ങനെ 3 നിറങ്ങളിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നത്. നമ്മളിവിടെ പരിശോധിക്കുന്നത് ബ്ലാക്ക് നിറത്തിലുള്ള വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ആയിരിക്കും ഇനി എല്ലാവരും കാത്തിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു ഫോൺ 10,000 രൂപയിൽ താഴെ മാത്രമുള്ള വിലയ്ക്കാണ് സാംസങ് വിൽക്കുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് ഇതിൻ്റെ പ്രൈസ് അറിവായിട്ടില്ല. ഈ ഒരു ഫോണിൻ്റെ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഇന്ത്യയിൽ ആൾറെഡി ലോഞ്ച് ചെയ്തിട്ടില്ല. ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു പ്രൈസ് അറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് നമ്മൾ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വയ്ക്കുന്നതായിരിക്കും. മൊത്തത്തിൽ എനിക്ക് ഈ ഒരു ഫോണിൻ്റെ ഒരു അൺബോക്സ് ചെയ്തപ്പോൾ തോന്നിയ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇതിനകത്ത് 10,000 രൂപയിൽ താഴെ മാത്രം വിലയാണെന്ന് സാംസങ് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ പലരും സാംസങ് എന്ന ബ്രാൻഡ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്ക് 10,000 രൂപയിൽ കൂടുതലായിട്ടൊരു സ്മാർട്ട് ഫോണിന് വേണ്ടി മുടക്കാനില്ലെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു മോഡൽ തന്നെയാണ് സാംസങ് M02s എന്ന ഈ ഒരു മോഡൽ. ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ്. മികച്ച ഡിസ്പ്ലേ, HD+ ആണെങ്കിലും മികച്ച ഡിസ്പ്ലേ തന്നെ നൽകിയിട്ടുണ്ട്. പിന്നെ ഇത്തരത്തിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് നൽകിയിരിക്കുന്നത്. മികച്ച ബാറ്ററി സൈഡ് നൽകിയിട്ടുണ്ട് 5000 mAh. അതുപോലെ വലിയ സ്ക്രീൻ സൈസാണ് നൽകിയിരിക്കുന്നത്. മൊത്തത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. എനിക്കിതിനകത്ത് ഈ ഒരു അൺബോക്സ് ചെയ്തപ്പോൾ തോന്നിയ ഒരു ചെറിയ കുറവെന്ന് പറയുന്നത് ഇതിനകത്ത് വോളിയം ഒരു അല്പം കുറവായിട്ട് ഫീൽ ചെയ്തു. അതർവൈസ് ഈ ഒരു ഫോൺ ഇത്രയും അൺബോക്സ് ചെയ്ത ഈ ഒരു വളരെ കുറച്ച് സമയം ഉപയോഗിച്ചപ്പോൾ മൊത്തത്തിൽ നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ഫോൺ നൽകുന്നത്. ഈ ഒരു ഫോണിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ ഇതൊന്ന് നല്ല രീതിയിൽ ഉപയോഗിച്ച് റിവ്യൂ ചെയ്യണം. അപ്പോൾ ഒരാഴ്ച ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണുകളുടെയും മറ്റ് ഗാഡ്ജറ്റുകളുടെയും വിശേഷങ്ങൾ ഏറ്റവും ആദ്യം നിങ്ങളുടെ യൂട്യൂബിൽ മലയാളത്തിൽ വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇനിയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്. ബൈ.